എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ലൂഫിയുടെ തൊട്ട് മുൻപിൽ വെച്ച് കൂമ അവനവന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ ലൂഫി ആണെങ്കിൽ ഞെട്ടി എഴുന്നേക്കും. ആക്ച്വലി നമ്മുടെ ചെക്കൻ അത് സ്വപ്നം കണ്ടതാണ്. പ്രിൻസസിനാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൂഫിയുടെ മനസ്സ് അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണെന്ന്. അവനെ ആശ്വസിപ്പിക്കണമെന്ന് കരുതി ഇപ്പൊ പ്രിൻസസ് അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ തൊട്ടും തലോടിയൊക്കെ ആശ്വസിപ്പിക്കുകയാണ്. ഉടനെ ലൂഫി അവനിപ്പോ പ്രണയ നിർഭരനായിട്ട് അവളെ നോക്കും. അതിനുശേഷം അങ്ങനെ മയക്കിയെടുക്കുന്നതായിട്ട് ഇപ്പൊ നമ്മുടെ പെണ്ണും ഒരു മൂലക്കിരുന്ന് സ്വപ്നം കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ അത് കണ്ട് വണ്ടറടിക്കും. ഇവക്ക് പ്രാന്തായോ എന്ന് ചിന്തിച്ച് അവളെ തന്നെ നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നാമി അവള് കൂമയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി അങ്ങനെ പറന്നു വരാണ്. പറന്നു വന്ന് ഏതോ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യും. ആ സ്ഥലത്തുള്ള അപ്പൂപ്പൻ എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും നാമി ബോധം കെട്ട് ആളുടെ വീടിന് മുൻപിൽ കിടക്കുന്നത് കാണുക. ആള് ടെൻഷനായി ഒരുപാട് സ്നേഹത്തില് അവളെ തൂക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തും. അല്പസമയം കഴിഞ്ഞ് നാമി കണ്ണു തുറക്കും. അവളുടെ തൊട്ടു മുൻപില് ആ അപ്പൂപ്പനെ കാണേണ്ട താമസം അയ്യോ എന്നും പറഞ്ഞ് അവൾ നിലവിളിക്കുകയാണ്. ആ അപ്പൂപ്പനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നാമി അവളുടെ വെപ്പൻ എടുത്ത് അപ്പൂപ്പന്റെ തലയ്ക്ക് ആഞ്ഞൊരട്ടി. അപ്പൂപ്പന്റെ നെറ്റിയില് ഇപ്പൊ 500ന്റെ ബൾബ് കത്തും. അവളാണെങ്കിൽ ആ സ്റ്റിക്കും എടുത്ത് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ നാമി ആണെങ്കിൽ ഓൾറെഡി നല്ല ടയേർഡാണ്. അല്പദൂരം ഓടി അവളിപ്പോ താഴെ വീഴും. അവളുടനെ ചുറ്റും നോക്കും. ഞാനിപ്പോ എവിടെയാ? എനിക്ക് എന്താ സംഭവിച്ചേ? എന്റെ ഫ്രണ്ട്സ് അവരെവിടെയാ? ഞാൻ അവരോടൊപ്പം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവര് വലിയ അപകടത്തിൽ ചെന്ന് പെടുന്നു പറഞ്ഞ് അവളിപ്പോ ടെൻഷനാവും. നാമിക്കാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും അവളുടെ ഞെട്ടൽ മാറിയിട്ടില്ല. അവളൊരു മൂലയ്ക്ക് പോയി കയ്യിലുള്ള അവളുടെ ആ സ്റ്റിക്ക് അത് മുറുകെ പിടിച്ച് വീണ്ടും പഴയ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ദൂരത്തായിട്ട് അപ്പാപ്പൻ അവളൊരു ചുമരിന്റെ പുറകിൽ പോയി മറഞ്ഞു നിന്ന് ഇപ്പോ നാമിയെ നോക്കും. അപ്പൂപ്പനാണെങ്കിൽ പതിയെ അവളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കും. നീ സ്കൈയിലൂടെ പറന്നാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷം 2 ദിവസം നീ ഡീപ് സ്ലീപ്പിലായിരുന്നു. ഇന്നാണ് നീ എഴുന്നേറ്റെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഇപ്പൊ അവൾക്ക് ഫുഡ് കൊടുക്കും. നാമി ഇപ്പോഴും ഡെസ്പറേറ്റ് ആണെന്ന് മനസ്സിലാക്കിയ അപ്പൂപ്പൻ ആളാണെങ്കിൽ ഒരു കയറെടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കും. അതില് 4 നോട്ട്സ് ഉണ്ട്. ഇത് വിൻഡ് നോട്ടാണെന്ന് പറഞ്ഞ് ആളിപ്പോ ആ കയറ് പിടിച്ച് തിരിക്കും. ഉടനെ വലിയ ശക്തിയില് അവിടേക്ക് കാറ്റടിക്കുകയാണ്. നാമിക്ക് കലി കയറി അങ്ങനെ ആളുടെ തലയ്ക്ക് ആഞ്ഞെട്ടിക്കും. അതിനുശേഷം അവൾ പുറത്തേക്ക് വരും. പുറത്താണെങ്കിൽ ശക്തിയായിട്ടുള്ള കാറ്റും മഴയും. അവൾ മുൻപോട്ട് നടക്കും. അപ്പൊ എന്തൊക്കെയോ സാധനങ്ങൾ വന്ന് അവളെ ഇടിച്ചു തെറിപ്പിക്കും. നാമി പതിയെ എഴുന്നേറ്റ് നിന്ന് ഇപ്പൊ മുകളിലേക്ക് നോക്കും. ആകാശം മുഴുവൻ കറുത്തിരുണ്ട് മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അവൾക്ക് ആ ക്ലൈമറ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു സൈക്ലോൺ വരാൻ പോവാണെന്ന്. പുറത്തു നിന്ന അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയ അവള് 100-110 ഇപ്പൊ വീട്ടിലേക്ക് തന്നെ തിരികെ വരും. അവൾ ആ ഗ്രാൻഡ് പറയും വലിയൊരു ചുഴലിക്കാറ്റ് ഇവിടേക്ക് അടിക്കാൻ പോവാണ്. എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനാൽ സിമ്പിൾ ആയിട്ട് പറയും നീ തൽക്കാലം പോയിന്ന് കുളിച്ച് ഫ്രഷ് ആവ്. ഞാൻ അപ്പോഴേക്കും നിന്റെ തുണിയൊക്കെ വാഷ് ചെയ്യാന്ന് പറഞ്ഞ് ആളിപ്പോ അവളുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യാണ്. നാമി ആള് പറഞ്ഞതൊക്കെ കേട്ട് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരും. അതിനുശേഷം അവർ രണ്ടുപേരും കാം ഡൗൺ ആയിട്ട് സംസാരിക്കും. നാമിക്കാണെങ്കിൽ അവളുടെ പേടി കൂടിക്കൂടി വരും. കാരണം പുറത്ത് നല്ല രീതിയിൽ കാറ്റ് വീശി അടിക്കുകയാണ്. പക്ഷെ അപ്പൂപ്പനാണെങ്കിൽ ക്യാഷ്ലായി ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് നടന്നു പോകും. അപ്പോഴായിരിക്കും അവളൊരു കാര്യം ശ്രദ്ധിക്കുക. അത്രയും വലിയ കാറ്റിലൂടെ അപ്പൂപ്പൻ നടന്നിട്ട് അപ്പൂപ്പന് ഒരിളക്കവും സംഭവിക്കുന്നില്ല. എന്തോ ബബിള് പോലുള്ള ഒരു ആവരണം അപ്പൂപ്പനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നാമിക്ക് മനസ്സിലാവും ആ അപ്പൂപ്പന് എന്തോ ഒരു പ്രത്യേക പവർ ഉണ്ടെന്ന്. അവളിപ്പോ ആ വീട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങും. അപ്പൂപ്പ മുമ്പ് കാണിച്ചു കൊടുത്ത ആ ഒരു കയറ് അതിപ്പോ അവൾക്ക് അവിടുന്ന് കിട്ടും. അവൾ ഉടനെ അവളുടെ കയ്യിലുള്ള വെപ്പൻ അതാ കയറിൽ കെട്ടി ആ ഹെവി റെയിനില് പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം ആ കയറിൽ കെട്ടിയ വെപ്പൻ അതങ്ങനെ കറക്കി ചൂട് കാറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി ആ ക്ലൗഡ്സ് അവിടുന്ന് റിമൂവ് ചെയ്യും. ആ ഗ്രാൻഡ് പയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര അത്ഭുതമാവും. ഗ്രാൻഡ് പ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ അഭിനന്ദിക്കും. നാമി അപ്പോഴായിരിക്കും ക്ലോസ് ആയിട്ട് ആ ഒരു സ്ഥലം മുഴുവൻ ചെക്ക് ചെയ്യുക. അവൾക്ക് പിടികിട്ടും നാമി ഇപ്പോൾ ഉള്ളത് അത് മറ്റെവിടെയോ അല്ല, നമ്മുടെ പഴയ സ്കൈ ഐലാൻഡിലാണ്. അവൾക്കാണെങ്കിൽ ഇനി എങ്ങനെ തിരികെ പോവും, എങ്ങനെ അവളുടെ ഫ്രണ്ട്സിനെ വീണ്ടും കാണും എന്നൊന്നും അറിയാതെ കൺഫ്യൂഷനായിട്ട് അങ്ങനെ പകച്ചു നിൽക്കുകയാണ്.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കടലിനടിയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രദേശം. അവിടെ നമ്മുടെ ആൾക്കാരില് ഏതോ ഒരാൾ വന്ന് വീണ് കിടപ്പുണ്ട്. അപ്പൊ ദൂരത്തായിട്ട് ഒരച്ഛനും മകനും, അവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ആ ഒരു ഐസിലൂടെ നടന്നു മുൻപോട്ട് വരാണ്. അപ്പൊ ദൂരത്തായിട്ട് അവരെന്തോ വലിയൊരു നിഴല് കാണും. അതുകൊണ്ട് ആ പയ്യനും ആളുടെ ഗ്രാൻഡ് പയും അവർ രണ്ടുപേരും ഗണ്ണൊക്കെ എടുക്കും. ഉടനെ അവന്റെ പെറ്റ് അത് ചാടിക്കൊരച്ച് അതിന്റെ വായിലൂടെ ഇപ്പൊ റോക്കറ്റ് ലോഞ്ചർ അത് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ബുള്ളറ്റ്സ് അയക്കുകയാണ്. ബുള്ളറ്റ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഹത്ത് കൊണ്ട് അവൻ നിലവിളിച്ച് കരയും. ആ പയ്യന് മനസ്സിലാവും അത് മോൺസ്റ്റർ ഒന്നും അല്ല, മറിച്ച് ഏതോ ഒരു മനുഷ്യനാണെന്ന്. അത് അതിന്റെ പെറ്റിനോട് അറ്റാക്ക് ചെയ്യരുത്, അതൊരു മനുഷ്യനാണെന്ന് ഒരുപാട് തവണ പറയും. പക്ഷെ അതാണെങ്കിൽ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ക്യാമറ സൂം ചെയ്ത് അത് ആരാണെന്ന് കാണിക്കും. അത് മറ്റാരുമല്ല, അത് നമ്മുടെ ഫ്രാങ്കിയാണ്. ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയുടെ അടുത്തേക്ക് വരും. റോക്കറ്റ് ലോഞ്ചറൊക്കെ അടിച്ച് പുകയൊക്കെ പോയി അങ്ങനെ വീണ് കിടക്കാണ് നമ്മുടെ ആശാൻ. അവൻ പറയും, അയ്യോ ഐ എം സോറി, ദയവ് ചെയ്ത് എന്നോടും എന്റെ പെറ്റിനോടും ക്ഷമിക്കണം, നീ ഒരു മോൺസ്റ്റർ ആണെന്ന് കരുതിയാണ് അത് അറ്റാക്ക് ചെയ്തത്. ഉടനെ ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ ക്യാഷ്ലായിട്ട് എഴുന്നേറ്റിരിക്കും. ഫ്രാങ്കി പറയും, കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല, എന്റെ പെറ്റ് ചെയ്തത് അതിന്റെ ഡ്യൂട്ടി മാത്രമാണ്, സോ അതിന് ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രാങ്കി ആണെങ്കിൽ അവനുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയി മാറുകയാണ്. ആ പയ്യനും ഗ്രാൻഡ് പയ്ക്കും ഇപ്പൊ ഫ്രാങ്കിയെ കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്ര അറ്റാക്ക് ചെയ്തിട്ടും എന്റെ ബോഡിയിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും ഇല്ല. ഉടനെ ഫ്രാങ്കി അവൻ ചുറ്റും നോക്കും. അവിടെ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഓ മൈ ഗോഡ്, ഞാനിപ്പോ എവിടെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ കൈ ചുരുട്ടി പിടിക്കും. അതിനാ ചെക്കൻ പറയും, ഇത്രയും മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലത്തേക്ക് വെറും അണ്ടർവെയർ മാത്രം ഇട്ട് വന്ന ഉറപ്പായിട്ടും നിനക്ക് തണുക്കും. ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവന്റെ അവസ്ഥ കണ്ട് വലിയൊരു ട്രൗസർ എടുത്ത് കൊടുക്കും. അതിന് ഫ്രാങ്കി പറയും, ഏയ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആക്ച്വലി തണുപ്പ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവൻ പാട്ടുപാടി ഡാൻസ് ചെയ്യും. അതിനുശേഷം ആ ഗ്രാൻഡ് പേയും കൊച്ചുമോനെയും അവനോട് ചേർത്ത് നിർത്തി അവർ 3 പേരും ഡാൻസ് ചെയ്യാണ്. അപ്പോഴായിരിക്കും ആ ഗ്രാൻഡ് പ പറയാ, നീ ഇപ്പോൾ ഉള്ളത് ഒരു മെക്കാനിക്കൽ ഐലാൻഡിലാണ്. അതായത് ഓരോ രാജ്യങ്ങളിലുള്ള സയന്റിസ്റ്റുകള്, ബുദ്ധിമാന്മാരായ ആൾക്കാര് അവരെല്ലാവരും ഇവിടേക്ക് വരും. അതിനുശേഷം അവരുടെ റിസർച്ച് നടത്തുന്ന വലിയൊരു ഐലാൻഡാണിത്. അവിടേക്കാണ് നീ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഫ്രാങ്കി ആണെങ്കിൽ ആ സ്റ്റോറിയൊക്കെ കേട്ട് ഒരുപാട് ഐസൊക്കെ അവന്റെ ദേഹത്ത് വീണ് അങ്ങനെ ഫ്രീസായി നിൽക്കും. ആ ഗ്രാൻഡ് പയ്ക്കും ചെക്കനും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും, ഇനിയും ഫ്രാങ്കി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഉറപ്പായാലും അവൻ മയ്യത്താവും. എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരിപ്പോ ഫ്രാങ്കിയെ കെട്ടിവലിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹോസ്പിറ്റലിലെത്തി ഡോക്ടേഴ്സ് അവര് ഫ്രാങ്കിയെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഫ്രാങ്കിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് പിടികിട്ടും. ഉടനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഫ്രാങ്കി അവൻ ചുന്ദര കുട്ടനായി ഒരു കോട്ടും ജട്ടിയൊക്കെ ഇട്ട് പുറത്തേക്ക് വരികയാണ്. അവന്റെ പുതിയ ലുക്ക് കണ്ട് ആ ഗ്രാൻഡ് സണ്ണിനും ഗ്രാൻഡ് പയ്ക്കും അവർക്ക് കുറച്ച് ചിരിയൊക്കെ വരും. പക്ഷെ കൺട്രോൾ ചെയ്ത് അവരിപ്പോ അവൻ അടുത്തേക്ക് വിളിക്കും. ഫ്രാങ്കി പറയും, അവരുടെ കയ്യില് കോള ഉണ്ടായിരുന്നില്ല, സോ കോളയ്ക്ക് പകരം അവർ ടീ യൂസ് ചെയ്താണ് എന്റെ പവറൊക്കെ ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും അവൻ കുറച്ച് ടീ ഒക്കെ കുടിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കും. ഫ്രാങ്കിയുടെ ഡ്രസ്സിൽ മാത്രമല്ല അവന്റെ ഹെയർ സ്റ്റൈലിലും സംസാരത്തിലും ഇരിപ്പിലും നടപ്പിലും ഒക്കെ ഇപ്പൊ വമ്പം മാറ്റം. ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയോട് പറയും, നീ ശരിക്കും ഒരുപാട് ചേഞ്ചായി, നിന്നെ ആദ്യം കണ്ടപ്പോ നീ ഇങ്ങനെയല്ലായിരുന്നു, ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര ഫണ്ണി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവന്റെ മുൻപിൽ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ ആ ഡാൻസ് ഒന്നും അത്ര ഇഷ്ടാവില്ല. അവനിപ്പോ ആ ചെക്കനെ വഴക്കു പറയും. കട്ട് ചെയ്ത ആ ഐലാൻഡിൽ തന്നെ ഇപ്പൊ ഒരു പ്രത്യേക സ്ഥലം കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു വലിയ ബിൽഡിങ്, അതിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ തൊട്ട് മുൻപിലായി ഒരു ഡോറ്, അതിൽ കമ്പും മരങ്ങളൊക്കെ വെച്ച് വലിയൊരു ബാരിയർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പതിയെ പതിയെ ആ ഡോറിന് മേലെ ബോർഡിന്റെ മുകളിലുള്ള ഐസൊക്കെ താഴേക്ക് വീഴാണ്. ആ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന പേര് അത് മറ്റൊന്നുമല്ല, വേഗ് ഓഫ് പങ്ക്. അവനാണ് ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ്. ആ ഒരു ടെറർ ആയിട്ടുള്ള സ്ഥലം അതങ്ങനെ സൂം ചെയ്ത് കാണിച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.